ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാമ്പത്തിക വിപ്ലവമായാണ് ബിറ്റ്കോയിനും മറ്റ് ക്രിപ്റ്റോ കറൻസികളും ആദ്യകാലത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അഴിമതി നിറഞ്ഞ ബാങ്കിംഗ് സംവിധാനങ്ങളെയും കേന്ദ്രീകൃതമായ അധികാര കേന്ദ്രങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പണം എന്ന നിലയിലായിരുന്നു ഇതിന്റെ പ്രചാരണം. എന്നാൽ അടുത്തിടെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ലക്ഷക്കണക്കിന് രേഖകൾ ക്രിപ്റ്റോയുടെ ഈ ശുദ്ധമായ പ്രതിച്ഛായയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ലോകത്തെ ഞെട്ടിച്ച ലൈംഗിക അതിക്രമ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജെഫ്രി എപ്സ്റ്റീൻ എന്ന കോടീശ്വരൻ ക്രിപ്റ്റോ കറൻസി വ്യവസായത്തിന്റെ ആദ്യകാലത്തെ അദൃശ്യനായ ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു എന്നാണ് ഈ ഫയലുകൾ വെളിപ്പെടുത്തുന്നത്. ക്രിപ്റ്റോ ലോകത്തെ പ്രമുഖ സ്ഥാപനങ്ങളും വ്യക്തികളും ഈ വിവാദ നായകനുമായി പുലർത്തിയിരുന്ന ബന്ധങ്ങൾ ഇന്ന് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി എന്നത് ഒരു പരീക്ഷണം മാത്രമായിരുന്ന കാലത്ത് അതിൽ നിക്ഷേപം നടത്താൻ ഭൂരിഭാഗം നിക്ഷേപകരും മടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ജെഫ്രി എപ്സ്റ്റീൻ അന്ന് വെറുമൊരു നിരീക്ഷകൻ മാത്രമായിരുന്നില്ല എന്ന് പുതിയ രേഖകൾ വ്യക്തമാക്കുന്നു. 2008 കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷവും അയാൾ ക്രിപ്റ്റോ മേഖലയിലെ വലിയ കളിക്കാരനായി തുടർന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊന്നായ കോയിൻ ബേസിലും അതുപോലെ ബിറ്റ്കോയിന്റെ സാങ്കേതിക വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച ബ്ലോക്ക് സ്ട്രീമിലും എപ്സ്റ്റീൻ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിച്ചിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 2014 കോയിൻ ബേസ് എന്ന സ്റ്റാർട്ടപ്പിൽ എപ്സ്റ്റീൻ $3 മില്യൺ നിക്ഷേപം നടത്തി. ക്രിപ്റ്റോ വിപണി ഇന്ന് കാണുന്ന രീതിയിൽ വളരുന്നതിനും വളരെ മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അയാൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നത് വിരോധാഭാസമായി തോന്നാം. ഈ നിക്ഷേപങ്ങൾ പലതും നടന്നത് നേരിട്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ക്രിപ്റ്റോ ലോകത്തെ പ്രമുഖ വ്യക്തിത്വമായ ബ്രോക്ക് പിയേഴ്സ് മുഖേനയാണ് എപ്സ്റ്റീന്റെ പണം പലപ്പോഴും ഈ കമ്പനികളിലേക്ക് എത്തിയത്. ടെതർ പോലെയുള്ള വലിയ സംരംഭങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ബ്രോക്ക് പിയേഴ്സ് എപ്സ്റ്റീൻ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കോയിൻ ബേസിന്റെ സഹസ്ഥാപകനായ ഫ്രെഡ് എർസാം അക്കാലത്ത് എപ്സ്റ്റീനെ നേരിട്ട് കാണാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലും ഈ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. 2018 ആയപ്പോഴേക്കും തന്റെ നിക്ഷേപത്തിന്റെ പകുതി $15 മില്യൺ വിൽക്കാൻ എപ്സ്റ്റീന് സാധിച്ചു. അതായത് കേവലം 4 വർഷം കൊണ്ട് തന്റെ നിക്ഷേപത്തിൽ നിന്ന് വമ്പിച്ച ലാഭം കൊയ്യാൻ ഈ വിവാദ കോടീശ്വരന് കഴിഞ്ഞു. എപ്സ്റ്റീന്റെ സ്വാധീനം വെറുമൊരു നിക്ഷേപകനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ലോക പ്രശസ്തമായ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വഴി അദ്ദേഹം ക്രിപ്റ്റോ വികസനത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് പണമെത്തിച്ചു. MITയിലെ ഡിജിറ്റൽ കറൻസി ഇനിഷ്യേറ്റീവ് ബിറ്റ്കോയിന്റെ സോഫ്റ്റ്വെയർ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒന്നാണ്. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിനായി എപ്സ്റ്റീൻ വലിയ തുകകൾ നൽകിയിരുന്നതായി ഇപ്പോൾ പുറത്തുവരുന്ന ഇമെയിലുകൾ സൂചിപ്പിക്കുന്നു. MIT മീഡിയ ലാബിന്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന ജോയിച്ചി ഇറ്റോ എപ്സ്റ്റീന്റെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ബിറ്റ്കോയിൻ വികസനത്തിന്റെ പ്രധാന ഹബ്ബായി ഇതിനെ മാറ്റാൻ അദ്ദേഹത്തിന്റെ പണം ഉപയോഗിക്കുകയും ചെയ്തു. വികേന്ദ്രീകരണം എന്ന് ആവേശത്തോടെ വിളിച്ചു പറയുന്ന ഒരു സാങ്കേതികവിദ്യ യഥാർത്ഥത്തിൽ പടുത്തുയർത്തപ്പെട്ടത് ഇത്തരം ചോദ്യം ചെയ്യപ്പെടേണ്ട ഉറവിടങ്ങളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. വിജ്ഞാനത്തിന്റെയും അതുപോലെ ഗവേഷണത്തിന്റെയും മറവിൽ ക്രിപ്റ്റോയുടെ അടിത്തറ പണിയാൻ ഇത്തരം വ്യക്തികളുടെ പണം ഉപയോഗിക്കപ്പെട്ടത് ആ മേഖലയുടെ ധാർമ്മികതയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നു. ജോയിച്ചി ഇറ്റോയും എപ്സ്റ്റീനും ചേർന്നാണ് ബ്ലാക്ക് സ്ട്രീം പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്താൻ ഫണ്ട് രൂപീകരിച്ചത്. ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലെ പ്രമുഖരായ പല സാങ്കേതിക വിദഗ്ധരും എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്താൻ അയാളുടെ കരീബിയൻ ദ്വീപിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നതും രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്ലോക്ക് സ്ട്രീം എന്ന കമ്പനി പിന്നീട് എപ്സ്റ്റീനുമായുള്ള എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പുറത്തുവരുന്ന രേഖകൾ മറ്റൊരു കഥയാണ് പറയുന്നത്. കമ്പനിയുടെ സഹസ്ഥാപകർക്ക് എപ്സ്റ്റീനുമായി ദീർഘകാലം സൗഹൃദപരമായ ആശയവിനിമയം ഉണ്ടായിരുന്നുവെന്ന് ഇമെയിൽ രേഖകൾ കാണിക്കുന്നു. പലപ്പോഴും ഇത്തരം വലിയ നിക്ഷേപങ്ങൾ വരുമ്പോൾ അതിന്റെ ഉറവിടം പരിശോധിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം കമ്പനികൾ നൽകുന്നത് അവരുടെ വികസനത്തിന് ആവശ്യമായ മൂലധനത്തിനാണ്. എന്നാൽ എപ്സ്റ്റീനെ പോലെ ലോകം വെറുക്കുന്ന ഒരു വ്യക്തിയുടെ പണം സ്വീകരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ആരും കണക്കിലെടുത്തില്ല എന്നത് ക്രിപ്റ്റോയുടെ ആദ്യകാലത്തെ നിയമമില്ലാത്ത അവസ്ഥയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിപ്റ്റോ വിപണിയിൽ നിലനിൽക്കുന്ന ഒരു മിഥ്യാധാരണയാണ് ഇത് പൂർണ്ണമായും ഒരു വികേന്ദ്രീകരണ വിപ്ലവമാണ് എന്നത്. എന്നാൽ എപ്സ്റ്റീൻ ഫയലുകൾ തെളിയിക്കുന്നത് പരമ്പരാഗത അധികാര ശൃംഖലകളിലെ ആളുകൾ തന്നെയായിരുന്നു തുടക്കം മുതലേ ഈ വിപ്ലവത്തിന്റെ പിന്നിലെ ചാലക ശക്തികളെന്നാണ്. സിലിക്കൺ വാലിയിലെ അധികായന്മാരും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും ഒരേ വേദിയിൽ ക്രിപ്റ്റോയുടെ ഭാവി ചർച്ച ചെയ്യുകയായിരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഇത് ക്രിപ്റ്റോയുടെ അടിസ്ഥാന തത്വമായ സുതാര്യതയ്ക്ക് വിരുദ്ധമാണ്. ഇത്ര വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ക്രിപ്റ്റോ ലോകത്തു നിന്നുള്ള പ്രതികരണം വളരെ മന്ദഗതിയിലാണ്. ഓൺലൈൻ ഫോറങ്ങളിൽ ചിലർ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ടെങ്കിലും വലിയ കമ്പനികൾ ഇപ്പോഴും നിസ്സംഗത പാലിക്കുകയാണ്. എപ്സ്റ്റീൻ വെറുമൊരു നിക്ഷേപകൻ മാത്രമായിരുന്നുവെന്നും അദ്ദേഹത്തിന് കമ്പനികളുടെ നയരൂപീകരണത്തിൽ പങ്കുണ്ടായില്ലെന്നുമാണ് പലരുടെയും വാദം. എന്നാൽ കോയിൻ ബേസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് ലോകത്തിലെ പ്രമുഖ പൊതു കമ്പനികളായി മാറിയിരിക്കുന്നു. അവരുടെ വേരുകളിൽ ഇത്രയും കറുത്ത പാടുകൾ ഉള്ളത് വരും കാലത്തിൽ വലിയ നിയമപരമായ വെല്ലുവിളികൾക്ക് കാരണമായേക്കാം. ഈ രേഖകൾ നമുക്ക് നൽകുന്ന പ്രധാന പാഠം
സാങ്കേതികവിദ്യ എത്രത്തോളം നൂതനമായാലും അതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകൾ സത്യസന്ധമായിരിക്കണം എന്നതാണ്. ക്രിപ്റ്റോ വിപണിയിലെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കൂടുതൽ സുതാര്യമായ പരിശോധനകൾ അത്യാവശ്യമാണ്. പണത്തിന്റെ ഉറവിടം നോക്കാതെ നിക്ഷേപം സ്വീകരിക്കുന്ന രീതികൾ ഭാവിയിൽ ഇത്തരം വിവാദങ്ങൾ ആവർത്തിക്കാൻ മാത്രമേ സഹായിക്കൂ. ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുമ്പോൾ പണത്തിന്റെ വികേന്ദ്രീകരണം മാത്രമല്ല, അത് കൈകാര്യം ചെയ്യുന്നവരുടെ ധാർമ്മികതയും പ്രധാനമാണെന്ന് ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്തപക്ഷം ഈ ഡിജിറ്റൽ വിപ്ലവം ഒരു ചെറിയ വിഭാഗം കോടീശ്വരന്മാരുടെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപാധിയായി പരിണമിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.